To view this video in English, please click the link given above. 10th ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ എല്ലാ മക്കൾക്കും ഇത് കാണുന്ന മറ്റു കൂട്ടുകാർക്കും ബയോളജി മൈ പാഷനിലേക്ക് സ്വാഗതം. നമ്മൾ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ എന്ന ചാപ്റ്റർ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നു. അതിൽ നമ്മൾ ന്യൂറൽ കൺട്രോൾ ഫിനിഷ് ചെയ്തു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കെമിക്കൽ കോർഡിനേഷൻ ആണ്. നമ്മൾ പഠിച്ചു ഇലക്ട്രിക്കൽ ഇമ്പൾസസ് വളരെ ഫാസ്റ്റ് ഓഫ് മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട് ആണ് അല്ലേ. വളരെ ഫാസ്റ്റ് ആയിട്ട് നമ്മുടെ ഇൻഫർമേഷൻ ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്ത് എത്തിച്ചേരാനായിട്ട് ഇലക്ട്രിക്കൽ ഇമ്പൾസസ് ആണ് നമ്മളെ സഹായിക്കുന്നത്. പക്ഷേ അത് മാത്രം കൊണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കണമെന്നില്ല. കാരണം മൾട്ടി സെല്ലുലാർ ഓർഗാനിസത്തിൽ ചില ലിമിറ്റേഷൻസ് ഉണ്ട്. ഇലക്ട്രിക്കൽ ഇമ്പൾസസിന് ചില ലിമിറ്റേഷൻസ് ഉണ്ട്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന 2 ലിമിറ്റേഷൻസ് ആണ്. ഒന്ന്, ഒരു ഇമ്പൾസ് സ്റ്റാർട്ട് ചെയ്ത് അത് എത്തുന്നത് എവിടെയാണ്? ന്യൂറൽ കണക്ഷനുള്ള സെൽസിൽ മാത്രമേ എത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ശരീരത്തിലെ എല്ലാ സെൽസിലും ടിഷ്യൂസിലും ഈ ഇൻഫർമേഷൻ എത്തുക എന്നുള്ളത് പൂർണ്ണമായും പോസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് മറ്റൊരു മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട് ആവശ്യമാണ്. അതേപോലെ മറ്റൊരു ലിമിറ്റേഷൻ ആണ്, ഒരു ഇമ്പൾസ് കടന്നു പോയി കഴിയുമ്പോൾ ഇത് ഇലക്ട്രിസിറ്റി ആയിട്ടാണ് കടത്തിവിടുന്നത് നമ്മൾ പഠിച്ചു. അപ്പോൾ ഒരു ഇമ്പൾസ് പോയി കഴിഞ്ഞിട്ട് ഒരു ചെറിയ സമയം, ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു പൊളാരിറ്റി റീസെറ്റ് ചെയ്യാൻ ഈ മെംബ്രെയിന് പറ്റുള്ളൂ. അതായത് പോസിറ്റീവ് നെഗറ്റീവ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നത് നിങ്ങൾ ഫിസിക്സിൽ പഠിക്കുന്നുണ്ടല്ലേ. അപ്പോൾ ആ ഒരു മൂവ്മെന്റിന് അത് റീസെറ്റ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ ഹയർ ക്ലാസ്സിൽ പഠിക്കും. അപ്പോൾ ആ ഒരു ചെറിയ ഡിലേയും കൂടെ വരുന്നത് കൊണ്ട് ഇത് കംപ്ലീറ്റ്ലി എഫിഷ്യൻറ്റ് സിസ്റ്റം എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ മെജോറിറ്റി ഓഫ് ഇൻഫർമേഷൻ എന്തുവഴിയാണ് നടക്കുന്നത്? ഈ ഇലക്ട്രിക്കൽ ഇമ്പൾസസ് വഴി നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ പ്ലാന്റ്സിന്റെ ശരീരത്തിൽ ചില സെൽസിന് അല്ലെങ്കിൽ ചില ടിഷ്യൂസിന് കുറച്ച് കെമിക്കൽ സെക്രീറ്റ് ചെയ്യാൻ കഴിയുമെങ്കിൽ ആ കെമിക്കൽസിന് ഡിഫ്യൂസ് ചെയ്ത് എല്ലാ ഭാഗത്തും എത്തിച്ചേരാൻ കഴിയും. അതായത് ന്യൂറൽ കണക്ഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പ്രശ്നമല്ല. അവിടെ ഡിഫ്യൂസ് ചെയ്താണ് പോകുന്നത്, ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ. അങ്ങനെ ഇത് റിസീവ് ചെയ്യുന്ന സെൽസിന് അവരുടെ പുറത്ത് ചില പ്രത്യേകതരം മോളിക്യൂൾസ് ഉണ്ട് ഇതിനെ ഡിറ്റക്ട് ചെയ്യാൻ. അതുവഴി അവർ ഇൻഫർമേഷൻ കളക്ട് ചെയ്യും, അത് പാസ് ഓൺ ചെയ്യുകയും ചെയ്താൽ അത് വളരെ എഫിഷ്യൻ്റ് ആയിട്ടൊരു സിസ്റ്റമാണ്. ഇത് കുറച്ചുകൂടി ഒരു സ്ലോ സിസ്റ്റമാണ്, എങ്കിൽ കൂടിയും എല്ലാ ഭാഗത്തും എത്തിച്ചേരുന്നു എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് കഴിയും. അപ്പോൾ നമ്മുടെ ശരീരത്തിലും അല്ലെങ്കിൽ പ്ലാന്റ്സിലും കോർഡിനേഷൻ നടക്കുന്നത് 2 മീൻസ് ആണ്. ഒന്ന് ന്യൂറൽ കോർഡിനേഷൻ, 2 കെമിക്കൽ കോർഡിനേഷൻ. അപ്പോൾ എന്താണ് ഈ കെമിക്കൽ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്? അത് മറ്റൊന്നുമല്ല, ഹോർമോൺസ് ആണ്. ഈ ഹോർമോൺസ് എന്ന് പറയുന്നത് നോൺ ന്യൂട്രിയൻ കെമിക്കൽസ് ആണ്. നമ്മുടെ ശരീരത്തിൽ ന്യൂട്രീഷ്യസ് വാല്യൂ ഇല്ലാത്ത കെമിക്കൽസ് ആണ്. പക്ഷെ അവ വളരെ ചെറിയ ക്വാണ്ടിറ്റിയിൽ സെക്രീറ്റ് ചെയ്തിട്ട് പല ചേഞ്ചസും നമ്മുടെ ബോഡിയിൽ വരുത്താൻ കഴിയും. നമ്മുടെ ബോഡിയിൽ മാത്രമല്ല, പ്ലാന്റ്സിലും. അപ്പോൾ ഇങ്ങനെയുള്ള രണ്ടാമത്തെ മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട് വിച്ച് ഈസ് സ്ലോ, അതാണ് എന്ത്? കെമിക്കൽ കോർഡിനേഷൻ. അപ്പോൾ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് കെമിക്കൽ കോർഡിനേഷൻ. അപ്പോൾ ഇതുവരെ പഠിച്ചതുപോലെ തന്നെ ആദ്യം പ്ലാന്റ്സിൽ പഠിച്ചിട്ട് നമുക്ക് ആനിമൽസിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് പ്ലാന്റ് ഗ്രോത്ത് ഹോർമോൺസിനെ കുറിച്ച് പഠിക്കാം. പ്ലാന്റ് ഗ്രോത്ത് ഹോർമോൺസിന് മറ്റൊരു പേരാണ് പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ്, അഥവാ നമുക്കതിനെ PGR എന്ന് വിളിക്കാം. പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്ററിന്റെ ഷോർട്ട് ഫോം ആണത്. അപ്പോൾ പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റർ എന്നാണ് പറയുന്നത്. റെഗുലേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്? നിയന്ത്രിക്കുക. അപ്പോൾ അത് കൂട്ടാം അല്ലെങ്കിൽ കുറയ്ക്കാം. അപ്പോൾ അങ്ങനെ നമുക്ക് 2 തരത്തിലുള്ള ഹോർമോൺസ് ഉണ്ട്. പ്ലാന്റ് ഗ്രോത്ത് പ്രൊമോട്ടേഴ്സ് മീൻസ് ഗ്രോത്തിനെ എൻഹാൻസ് ചെയ്യുന്നു അല്ലെങ്കിൽ കൂട്ടുന്നു. അതേപോലെ പ്ലാന്റ് ഗ്രോത്ത് ഇൻഹിബിറ്റേഴ്സ് ഗ്രോത്തിനെ കുറയ്ക്കുന്നു. അപ്പോൾ പ്ലാന്റ് ഗ്രോത്ത് പ്രൊമോട്ടേഴ്സിന് നമ്മൾ 3 എക്സാമ്പിൾസ് ആണ് പഠിക്കുന്നത്. ഒന്ന് ഓക്സിൻ, പിന്നെ ഒന്ന് ജിബെറിലിൻ, മറ്റൊന്ന് സൈറ്റോകൈനിൻ. അപ്പോൾ ഓക്സിൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഫോട്ടോട്രോപ്പിസത്തിന്റെ കേസിൽ ഞാൻ പറഞ്ഞു ബെൻഡിങ് ഓഫ് ദ ഷൂ ടുവേഴ്സ് ദ ലൈറ്റ്, അതും അല്ലെങ്കിൽ ടെൻഡറിൽ ക്ലൈംബ് ചെയ്യുന്നത് എല്ലാം എന്തിന്റെ പ്രസൻസ് കൊണ്ടാണ്? ഓക്സിന്റെ പ്രസൻസ് കൊണ്ട് അല്ലേ. അപ്പോൾ ഓക്സിൻ എന്ന് പറയുന്ന ഹോർമോൺ പ്ലാന്റിന്റെ ഷൂട്ടിന്റെ ടിപ്പിലും റൂട്ടിന്റെ ടിപ്പിലുമാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ആ ഭാഗങ്ങളിൽ ഗ്രോത്ത് കൂടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം മൊത്തത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ഹൈറ്റ് ഓഫ് ദ പ്ലാന്റ് ഇൻക്രീസ് ചെയ്യും. സോ ഓക്സിൻ പ്രൊമോട്ട്സ് ഗ്രോത്ത് ഓർ ഇൻക്രീസസ് ദ ഹൈറ്റ് ഓഫ് ദി പ്ലാന്റ്. ഇനി രണ്ടാമത്തെ ഹോർമോൺ എന്ന് പറയുന്നത് എന്താണ്? ജിബെറിലിൻസ്. അപ്പോൾ ജിബെറിലിൻസിലേക്ക് വരുമ്പോൾ ഇവിടെയും ഗ്രോത്ത് തന്നെയാണ് പ്രൊമോട്ട് ചെയ്യുന്നതെങ്കിലും അത് ടിപ്പിലല്ല, പകരം സ്റ്റെമ്മിന്റെ ഭാഗത്താണ്. അതായത് നമ്മൾ ഏതൊരു ടിപ്പ് എടുത്ത് നോക്കിയാലും, മീൻസ് ഒരു ചില്ല എടുത്ത് നോക്കിയാൽ അതിൽ സ്റ്റെമ്മിന് 2 ഭാഗങ്ങളുണ്ട് അല്ലേ. ഒന്ന് എന്താണ്? ഒരു റിഡ്ജ് ഷേപ്ഡ് സ്ട്രക്ചർ, അതിനെ പറയുന്ന പേരാണ് നോഡ്. ആ നോഡിൽ നിന്നാണ് എപ്പോഴും ലീഫ് ഉണ്ടാകുന്നത്. അതേപോലെ 2 നോഡിന്റെ ഇടയ്ക്കുള്ള പ്ലേസിനെ നമ്മൾ എന്ത് പറയും? ഇന്റർ നോഡ് എന്ന് പറയും. അപ്പോൾ ഈ ഇന്റർ നോഡിന്റെ ഭാഗത്താണ് ഈ ജിബെറിലിൻ ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇന്റർനോഡൽ ഇലോങ്ങേഷൻ ആണ് കൂടുതലായിട്ട് സംഭവിക്കുന്നത്. പക്ഷെ അൾട്ടിമേറ്റ്ലി അതും എന്തിനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഗ്രോത്തിനെ തന്നെയാണ് ഇൻക്രീസ് ചെയ്യുന്നത് അല്ലേ. ഇവിടെ നിങ്ങൾക്ക് കിട്ടാവുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഒരു ഫാർമർക്ക് ഷുഗർ കെയിൻ ഫീൽഡാണ് ഉള്ളത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഷുഗർ കെയിൻ ഫീൽഡിൽ കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാകാൻ ഏത് ഹോർമോൺ അദ്ദേഹത്തിന് ഉപയോഗിക്കാം?
അപ്പം നമ്മളിവിടെ പറയേണ്ടത് ജിബറലിൻ എന്നാണ്. കാരണം ഷുഗർ കെയിൻ്റെ കേസിൽ നമ്മൾ കൂടുതലായിട്ടും ആ സ്റ്റെമ്മിൻ്റെ ഭാഗമല്ലേ ഉപയോഗിക്കുന്നത്, നമുക്ക് ജ്യൂസ് എടുക്കാൻ. അപ്പോൾ ആ സ്റ്റെമ്മ് കൂടുതൽ ഇലോങ്ങേറ്റ് ചെയ്താൽ പ്രോഫിറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ ഇവിടെ ആൻസർ ജിബറലിൻ ആണ്. ഇനി മൂന്നാമത്തെ ഹോർമോൺ എന്ന് പറയുന്നത് സൈറ്റോകൈനിൻ. അത് പ്രൊമോട്ട് ചെയ്യുന്നത് സെൽ ഡിവിഷനെയാണ്. അപ്പോൾ പുതിയ പാർട്സ് ഉണ്ടാകുന്ന സമയത്തും അല്ലെങ്കിൽ പുതിയ പ്ലാന്റ്സ് ഉണ്ടാകുന്ന സമയത്തും ഒക്കെ സൈറ്റോകൈനിൻ സെക്രീഷൻ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ടിഷ്യൂ കൾച്ചറിൽ പുതിയ പ്ലാന്റ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മൾ സൈറ്റോകൈനിൻ ഹോർമോൺസ് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഈ 3 ഹോർമോൺസും എന്താണ്? പ്രൊമോട്ടേഴ്സ്. അപ്പോൾ ഇനി വരുന്നുണ്ട് ആര്? ഇൻഹിബിറ്റേഴ്സ്. ഇൻഹിബിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഗ്രോത്തിനെ സപ്രസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ആബ്സിസിക് ആസിഡാണ്. ആബ്സിസിക് ആസിഡിന്റെ സ്പെല്ലിംഗ് ഒന്ന് നോക്കി വെച്ചേക്കണം കേട്ടോ. ആബ്സിസിക് ആസിഡിന് പ്രധാനമായിട്ടുള്ള എന്ത് ഫംഗ്ഷനാണ്? ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളൊക്കെ എന്ന് വെച്ചാൽ വയസ്സാകുക എന്ന് വെച്ചാൽ നമ്മുടെ ബോഡി മുഴുവനായിട്ട് അങ്ങ് വയസ്സാകുകയാണ് അല്ലേ. അപ്പോൾ പ്ലാന്റ്സിൽ പക്ഷേ അങ്ങനെ ആവണമെന്നില്ല. അവരുടെ യൂണിഫോം ഗ്രോത്ത് അല്ല കാണിക്കുന്നത്. അപ്പോൾ ചില ലീവ്സ് ഒക്കെ അങ്ങ് പഴുത്ത് വയസ്സായി. അപ്പോൾ അതെന്ത് ചെയ്യണം? പ്ലാന്റ്സിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്ത് വീഴണം, എന്നാലേ പുതിയ ലീഫ് വരുള്ളൂ. അപ്പോൾ അതൊരു ഇൻഹിബിഷൻ അല്ലേ. അതല്ലെങ്കിൽ പഴുത്ത ഫ്രൂട്ട് താനെ ഡിറ്റാച്ച് ചെയ്ത് വീഴണം. അപ്പോൾ ഇതിനൊക്കെ സഹായിക്കുന്ന ഹോർമോണാണ് എന്ത്? ഇൻഹിബിറ്റർ. അതോടൊപ്പം തന്നെ വിൽറ്റിംഗ് ഓഫ് ലീഫ്, അതായത് ഇല വിൽറ്റുക എന്നൊക്കെ വാടിപ്പോവുക അല്ലേ. ലീഫൊക്കെ വാടുന്ന ആരുടെ പ്രഭാവം കൊണ്ടാണ്? ആബ്സിസിക് ആസിഡിൻ്റെ. അപ്പോൾ നിങ്ങൾ ഈ 4 ഹോർമോണും അതിൻ്റെ ഫംഗ്ഷനും ഒന്ന് ഓർത്ത് വയ്ക്കുക. നിങ്ങൾക്ക് ലെസൺസ് എല്ലാം മനസ്സിലാവുന്നെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ബയോളജി മൈ പാഷൻ.